നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഓണത്തിന്റെ അന്ന് രാവിലെ തന്നെ സുഭാഷ് എല്ലാവരെയും വിളിച്ചെഴുന്നേപ്പിച്ചു. രാവിലെ തന്നെ എല്ലാവരും പോയി കുടിയെല്ലാം കഴിഞ്ഞു വന്ന അത്തൂപ്പക്കളൊക്കെ ഇടുവാണ്. അപ്പൊ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് സുധീഷിനോട് പറഞ്ഞ് നികേഷ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അത്തപ്പൂക്കളൊക്കെ ഇടുന്നത്. പിന്നീട് ഭാസ്കറിന്റെ വക ഒരു ഓണപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തപ്പൂക്കളത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് അടിപൊളിയായിരുന്നു ഓണം എന്ന് പറഞ്ഞാൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നീതും വന്നു. നീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് ചോദിച്ചു, നീ എന്തിനാ വന്നേന്ന് ചോദിച്ചു. പിന്നെ ഓണം ആഘോഷിക്കാൻ ഞാൻ വരണ്ടേന്ന് ചോദിച്ചു. ഞാൻ അല്ലാതെ വേറെ ആരാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അത് ശരിയാ, നീതും കൂടെ വരേണ്ട കാര്യം തന്നെയാ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവിനാശും ചാന്ദിനിയും കൂടെ വരുന്നേ. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ കോളം പൂർത്തിയായി. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഞാൻ ഓർക്കുകയും ചെയ്തു, സുഭാഷേണ്ണ ഇവരെ വിളിച്ചില്ലെന്ന്. കണ്ടില്ലേ, ചാന്ദിനി വന്നു കഴിഞ്ഞപ്പോൾ സുഭാഷേണ്ണന്റെ മുഖത്തെ സന്തോഷം കണ്ടോന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഓണത്തിന് ഓണപ്പാട്ടും കാര്യങ്ങളും ഓണക്കളികളൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് വന്നിട്ട് പറഞ്ഞു, അതെ ഇനിയിപ്പോൾ ആഹാരം കഴിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ആഹാരം ഉണ്ടാക്കുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു. നിധി, സുധീഷും സുഭാഷും എല്ലാവരും കൂടെ ചേർന്ന് അടുക്കളയിൽ ഒരോളം തന്നെയായിരുന്നു. ഓണത്തിൻ്റെതായ എല്ലാ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലൊരു ഓണം ആഘോഷിച്ചിട്ടില്ലെന്ന് സുഭാഷിനും സുധീഷിനും ഒക്കെ മനസ്സിലായി. ഇത്ര നല്ല സന്തോഷത്തോട് കൂടിയിട്ട്. അതുപോലെ തന്നെ ഭാസ്കറിന് സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു. കാരണം ഇതിനു മുമ്പത്തെ ഓണം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊന്നും അല്ല, എവിടെയെങ്കിലും മദ്യവെച്ച് ലക്കിട്ട് ഭാസ്കരനിരിക്കും. ഓരോരുത്തരുടെ അവരുടേതായ രീതിയിൽ. സുഭാഷ് എന്തെങ്കിലും കഞ്ഞിയും കറി വെച്ച് എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഓണമാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഭാസ്കരൻ വാങ്ങിച്ചു കൊടുത്ത സെറ്റ് സാരി കൊടുത്തിട്ടാണ് നിധി നിന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ്റെ സന്തോഷമായി താൻ വാങ്ങിക്കൊടുത്തത്. അങ്ങനെ ഒടുവിൽ എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനൊക്കെ ഇരുന്നു. ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ചോദിച്ചു, സുഭാഷേട്ട സമ്മാനം ഒന്നും കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചു ഓണത്തിന്. എന്ത്? പിന്നെ ആ വാങ്ങിച്ച സാധനം കൂടെ കൊടുക്കാൻ പറഞ്ഞു ചാന്ദിനിക്ക്. ഓ അത് പിന്നെ ഞാൻ ചാന്ദിനി സുഭാഷിനോട് എന്താന്ന് ചോദിച്ചു. അത് വളയാന്ന് പറഞ്ഞു. വള നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വള കൊടുക്കുകയാണ്. വള കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ചാന്ദിനി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇട്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ചാന്ദിനിയുടെ കയ്യിൽ സുഭാഷ് വളയിട്ട് കൊടുത്തു. ചാന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ സുഭാഷിനും. ഈ സമയത്ത് നീതു ഹരീഷിനോട് പറഞ്ഞു, കണ്ടില്ലേ സ്നേഹം കണ്ടോന്ന് പറഞ്ഞു. ഇവിടെ ചിലരൊക്കെ ഓണമായിട്ട് എനിക്ക് എന്തേലും വാങ്ങിത്തന്നു. അത് കേട്ടപ്പം ഹരീഷ് പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ എനിക്കറിയാം പാവങ്ങൾക്കൊന്നും മേടിച്ചു തരൂല്ലെന്ന്, എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, നിനക്കൊക്കെ ഉള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അതൊക്കെ ഉണ്ട്, സർപ്രൈസാന്ന് പറഞ്ഞു. പോകുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വേണ്ടി ചുരിദാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹരീഷിന് നീതു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. അടിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഇഷ്ടമാണ്. അങ്ങനെ അതിനുശേഷം അവർ ഓണക്കളികളൊക്കെ കളിക്കുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓണവും കാര്യങ്ങളൊക്കെ ആഘോഷിച്ചു. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ഗായത്രി 2 ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരുവാണ്. അവരങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ഇറങ്ങി ചെന്നു. അപ്പോഴേക്കും സുഭാഷൊക്കെ ഇറങ്ങി വന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷിനെ നോക്കി ദേഷ്യത്തോടെ അവർ പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ? നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം ഗായത്രി വീട്ടിൽ പോലും പോയിട്ടില്ല. ഗായത്രി വീട്ടിൽ തന്നെ ഇരിക്കുക, അറിയാവോ? അവളുടെ മനസ്സിൽ എത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാവോന്ന് ചോദിച്ചു. അതിന് എനിക്ക് അവളോട് വേണ്ട കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ പോയി സംസാരിച്ചില്ലെങ്കിൽ അവൾ മുറി പോലും തുറക്കും തോന്നില്ല. അവൾ കഥ കടച്ച ഒരേ ഇരിപ്പാന്നൊക്കെ പറഞ്ഞു. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ബ്രോ, തെറ്റ് ചെയ്തിട്ടില്ല പോലും. നിങ്ങൾക്ക് അവളെ ഇഷ്ടമായിരുന്നല്ലോ. ഞാനും ഇവന് നേരത്തെ ഇവിടെ വന്നതല്ലേ സംസാരിക്കാനായിട്ട്. എന്നിട്ടോ നിങ്ങൾക്കതൊന്നും പറ്റില്ലല്ലേ? ഞങ്ങൾ എത്ര വട്ടം പറഞ്ഞു നിങ്ങളോട് വന്നിട്ട്. അവളുടെ മനസ്സ് ആകെപ്പാടെ കലങ്ങിയിരിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ട് അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകും. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ പോലീസിനോട് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ കാരണം വന്ന്. സുധീഷിന് ആകെപ്പാടെ ടെൻഷനായി. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങൾ പോകാൻ പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, അതെ ഞങ്ങൾ സുധീഷിനെ കൊണ്ട് വിളിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് പോകാനൊക്കെ പറഞ്ഞ് അവന്മാർ ഒരു വിധത്തിലാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അവന്മാർ പോകാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഗായത്രി കയറി കഥ അടച്ചിരിക്കുമല്ലേ. ഗായത്രി വീട്ടിൽ പോലും പോയില്ല ഓണമായിട്ട്. അപ്പം ഗായത്രിക്ക് നല്ല ടെൻഷനായിരുന്നു. വീട്ടിൽ പോകാതൊരു കള്ളത്തരം പറഞ്ഞവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നികേഷ് എന്നിട്ട് നിധിയോട് കാര്യം പറയുന്നുണ്ട്. ഇതുപോലെയൊക്കെയാണ്. ഗായത്രി ആണെങ്കിൽ മുറിക്കകത്ത് കയറി കഥ അടച്ചിരിക്കുക. നിധിയടത്തി ഇപ്പം അവിടുന്ന് 2 ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു.
ഒടുവിൽ സുഭാഷും ഹരീഷും ഒക്കെ അകത്തേക്ക് കയറി വന്നു. സുഭാഷ് വന്നിട്ട് ഇപ്പം നിനക്ക് സമാധാനമായല്ലോ, നല്ലൊരു ഓണമായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. എടാ നിനക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ? ഉണ്ടായിരുന്നു, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേടാ, നിനക്ക് വല്ല ബോധമുണ്ടോ? കല്യാണം കഴിഞ്ഞാന്ന്. കല്യാണം കഴിഞ്ഞിട്ട് അവൻ കുഞ്ഞ് കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ദേ സുഭാഷ് ചേട്ടാ, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താടാ ശരിയല്ല ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, നിനക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയോ? ഭാര്യ? അതിന് നിയമപരമായിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്നല്ലേ ഉള്ളൂ. അവൾ എൻ്റെ ഭാര്യയാണോ? അവളുടെ മുറിയുടെ 7 അയലക്കത്തേക്ക് പോലും എന്നെ അടുപ്പിക്കില്ല. എന്നെ ഭർത്താവായിട്ട് അവൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ഡിവോഴ്സ് ചെയ്യാനിരിക്കുന്നവരാ ഞങ്ങള്. സത്യമല്ലേ പറയണമെന്ന് ചോദിച്ചു. സുഭാഷിനൊക്കെ ഉത്തരം മുട്ടി, എന്ത് പറയണമെന്നറിയില്ല. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, എന്നാലും സുധീഷേട്ടൻ താലി കെട്ടിയല്ലേ നിധിയെടുത്തിട്ട് കഴുത്തില്. ഓ, താലിക്കൊക്കെ ഇപ്പൊ എന്താ പ്രാധാന്യം? ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ഡിവോഴ്സിന് കൊടുത്തിരിക്കുക. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇതിനിടയ്ക്ക് എനിക്കെന്താ വേറെ പെൺകുട്ടിയെ നോക്കിക്കൂടെ? പ്രേമിച്ചുകൂടെ? ഞാൻ പിന്നെ ആജീവനാന്തകാലം ഇങ്ങനെ കഴിയണമെന്നാണോ പറയണേ? അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിപ്പോയതിൻ്റെ പേരില്. അതിന് ഞങ്ങൾ തമ്മിൽ ലവ് മാരേജും കാര്യങ്ങളും അല്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ. അറേഞ്ച്ഡ് മാരേജും ആയിരുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ചീറുവാണ്. ഒടുവിൽ നീതി പറഞ്ഞു, അതെ ഇനി ഞാൻ പറയാമെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞ് 100% ശരിയാ. ഞങ്ങൾ തമ്മിൽ നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല. സുധീഷിന് വഴി, എനിക്ക് എൻ്റെ വഴി. ഇങ്ങനെ പറയുന്നു സുധീഷ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിധി കല്യാണം കഴിഞ്ഞല്ലേ, അപ്പം ഇനിയിപ്പം ഗായത്രിയെ ഒന്ന് കൂടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നിധിക്കൊരു പൊസസീവ്നെസ് ഒക്കെ തോന്നുമെന്ന് കരുതിയിട്ടാണ് സുധീഷ് ഈ പണിയൊക്കെ ചെയ്തേ. പക്ഷെ എല്ലാം വെള്ളത്തിൽ വരച്ച് വലയായിപ്പോയി. അതുപോലെയായിരുന്നു നിധി സംസാരിച്ചേ. സുധീഷ് പറഞ്ഞ പോലെ സുധീഷിൻ്റെതായ തീരുമാനങ്ങളുണ്ട്. ഡിവോഴ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും വേറെയാണ്. സുധീഷിൻ്റെ വഴിക്ക് പോവാം, എനിക്ക് എൻ്റെ വഴിക്ക് പോവാം. അതിനിടയ്ക്ക് സുധീഷിന് ആരെ വേണമെങ്കിലും പ്രേമിക്കാം, കല്യാണം കഴിക്കുകയും ചെയ്യാം. ആ കാര്യത്തെ സുധീഷിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സുധീഷിൻ്റെ കഴുത്തിൽ താലി ആർത്തിപ്പോയി. നിയമപരമായിട്ടാണ്. അത് ഡിവോഴ്സ് കിട്ടിക്കഴിയുമ്പോൾ ശരിയാവും. പിന്നെ സുധീഷിന് വേണേൽ ആ പെൺകുട്ടിയെ പോയി കല്യാണം കഴിക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാൻ പറ്റട്ടെ എന്ന് പറഞ്ഞു. സുധീഷിൻ്റെ മുഖത്ത് രക്തമയം ഉണ്ടായിരുന്നില്ല. സുഭാഷ് പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ ഒരു കാര്യം ചെയ്യാം. മോള് പോയി പറഞ്ഞു, ഇനി വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല. ഇവനുമായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ താമസിക്കണമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ കല്യാണം കഴിയുവാണ്, മോളൊരു ഹോസ്റ്റലിലേക്ക് മാറിക്കോ. ഇവനാ പെങ്കൊച്ചിനെ വേണമെന്നെങ്കിൽ അവളെ തന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് ഏട്ടാന്ന് വിളിക്കുവാണ്. എന്താടാ ശരിയല്ല ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, അത് ശരിയാ സുഭാഷ് ഏട്ടൻ പറഞ്ഞേ. ഇവനാ പെങ്കൊച്ചിന് ഇഷ്ടമാണ്, അവർ തമ്മിൽ കല്യാണം കഴിക്കട്ടെ. നീതി അടുത്ത് എന്താണെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് മാറിയാൽ മതി. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അല്ല നിധി എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറുന്നേ? ഇവൻ്റെ ഭാര്യയും കൂടെ വേറെ മാറട്ടെ. നിധി ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. നീ വന്നതിന് ശേഷമാണ് ഇതൊരു വീടായത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സുധീഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സുധീഷിന് ആകെപ്പാടെ വിഷമമായി. എല്ലാവരും കൂടെ തന്നെ തഴയുവാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ്. കാരണം വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയാം താൻ നിധിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നിട്ടിപ്പം തൻ്റെയും ഗായത്രിയുടെയും വിവാഹം നടത്താനായിട്ട് ഇവരെല്ലാം തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ട് നിധിയോ വല്ല ഹോസ്റ്റലിലേക്കും പറഞ്ഞു വിടാനായിട്ടൊക്കെ, അല്ലെങ്കിൽ അവൾ വേറെ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ എന്ന്. അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. സുധീഷിന് ആകെപ്പാടെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.